ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാൾ മാത്രമേ ഉള്ളൂ. മുഖത്തും അതോടൊപ്പം തന്നെ കണ്ണിന് താഴെയും ഒക്കെ പരിക്ക് ഏറ്റ സാഹചര്യമുണ്ട്. അങ്ങനെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ നരേന്ദ്രമോദി സന്ദർശിച്ചതിൻ്റെ ദൃശ്യങ്ങൾ ആണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ അപകടം ഉണ്ടായത് നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ ആശുപത്രി കെട്ടിടത്തിലേക്ക് ആയിരുന്നു. BJ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലും ക്വാർട്ടേഴ്സുമൊക്കെ പ്രവർത്തിക്കുന്ന മേഖലയിൽ ആണ് ഈ വിമാനം തകർന്നു വീണത്. തകർന്നു വീണപ്പോൾ നിരവധിയായ ആളുകൾക്ക് പരിക്കേറ്റിരുന്നു. വിമാനത്തിലാകെ ഉണ്ടായിരുന്നത് 242 പേർ ആയിരുന്നു. അതിൽ 230 പേർ യാത്രക്കാരും 12 പേർ ക്രൂ മെമ്പേഴ്സുമായിരുന്നു. ഈ 230 യാത്രക്കാരിൽ ഒരാൾ മാത്രമാണ് വിശ്വാസ് കുമാർ രമേശ് എന്ന വ്യക്തി മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. സഞ്ചാരികളിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. പരിക്കേറ്റ രമേഷ് കുമാർ അടക്കം സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ രമേശിനെ പ്രധാനമന്ത്രി സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. രമേശ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നത് രക്ഷാപ്രവർത്തകർക്ക് പോലും അത്ഭുതകരമായിരുന്നു. എഴുന്നേറ്റ് നടന്ന്, അതായത് അപകടത്തിൽ ഏതാണ്ട് കത്തി നശിച്ച വിമാനത്തിൽ നിന്ന് നടന്ന് പോകുന്ന അപകട സ്ഥലത്ത് നിന്ന് നടന്നു പോകുന്ന രമേശിൻ്റെ ദൃശ്യങ്ങളടക്കം വലിയ തോതിൽ അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. വിമാനത്തിലെ 11ാം റോയിലെ 11A എന്ന വിൻഡോ സൈഡിലെ സീറ്റിൽ ആയിരുന്നു രമേശ് ഉണ്ടായിരുന്നത്. തൊട്ടു മുന്നിലായി എക്സിറ്റ് വിൻഡോകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സീറ്റ് ബെൽറ്റ് അഴിച്ച് താൻ വളരെ പെട്ടെന്ന് ഈ എക്സിറ്റ് വിൻഡോയിലൂടെ പുറത്തേക്ക് ചാടി എന്നതായിരുന്നു രമേശിൻ്റെ ആദ്യ പ്രതികരണം ആയി പുറത്തു വന്നത്. ഉഗ്ര സ്ഫോടന ശബ്ദം കേട്ടു, അപകടം സംഭവിക്കുന്നു എന്ന് മനസ്സിലായി. പക്ഷേ എന്താണ് സംഭവിച്ചത് എന്ന് രമേശിന് കൃത്യമായി ഓർത്തെടുക്കാൻ ഇപ്പോഴും സാധിക്കാത്ത ഒരു പശ്ചാത്തലം ഉണ്ട്. ഉയരത്തിൽ നിന്നാണ് താൻ ചാടാൻ പോകുന്നത് എന്നറിയാമായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ അങ്ങനെ ചെയ്യാൻ തോന്നി എന്നാണ് രമേശ് പറഞ്ഞത്. ഒരു പക്ഷേ ഈ ബഹുനില കെട്ടിടത്തിൻ്റെ മുകളിൽ ഈ വിമാനം പതിക്കുന്ന സമയത്തായിരുന്നിരിക്കാം രമേശ് ചാടിയത്. അതുകൊണ്ട് വേണം രമേശിന് കാര്യമായ പരുക്കുകൾ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ കാര്യമായ ഒടിവോ ചതവോ ഒന്നും ഇല്ലാതെ തന്നെ രമേശ് രക്ഷപ്പെട്ടു എന്നത് അത്ഭുതകരമാണ്. ഒരു പക്ഷേ ഇനി ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാധിക്കുന്നത് ഏക ദൃക്സാക്ഷി എന്ന് പറയാവുന്ന രമേശിന് തന്നെയാണ്. ഈ അപകടമുണ്ടായതിൻ്റെ ഒരു രീതി എന്തായിരുന്നു, അതിനു മുമ്പ് പൈലറ്റുമാർ, ക്രൂ മെമ്പേഴ്സ് ഈ സഞ്ചാരികൾക്ക് അല്ലെങ്കിൽ യാത്ര ചെയ്തിരുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മെസ്സേജ് നൽകിയിരുന്നോ? ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും രമേശിൻ്റെ പ്രതികരണത്തിൽ നിന്ന്. നേരത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ ഒരു വിമാനാപകടം, അതിൽ എവിടെ വേണമെങ്കിലും പിഴവുകൾ സംഭവിക്കാം. ഒരു പക്ഷേ സാങ്കേതിക തകരാർ ആകാം, അതല്ല എങ്കിൽ മനുഷ്യത്വപരമായ, അതായത് പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഒക്കെ ഉണ്ടാകുന്ന പിഴവുകൾ ആകാം. എന്ത് പിഴവാണ് സംഭവിച്ചത് എന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിന് കൂടുതൽ ഡേറ്റകൾ പരിശോധിക്കേണ്ടതായി വരും. പ്രത്യേകിച്ച് വിമാനത്തിൻ്റെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ പരിശോധിക്കണം, കോക്പിറ്റ് വോയിസ് റെക്കോർഡർ അടക്കം പരിശോധിക്കണം, ബ്ലാക്ക് ബോക്സ് പരിശോധിക്കണം. ഒപ്പം നിലവിൽ ഈ പ്രദേശവാസികളിൽ നിന്ന്, രമേശ് ഉൾപ്പെടെയുള്ളവരിൽ നിന്നൊക്കെ വിവരം ശേഖരിച്ച ശേഷം മാത്രമായിരിക്കും എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ വിവരത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ അപകടം ഉണ്ടായത് ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ എന്ന് തന്നെ പറയാം. വിമാനം പറന്നുയർന്ന് നിമിഷങ്ങൾക്കകം തന്നെയാണ് അപകടം സംഭവിച്ചത്. സാധാരണ വിമാന ദുരന്തങ്ങളിൽ ഏതാണ്ട് 35% ഇങ്ങനെയാണ് സംഭവിക്കാറുള്ളത് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അങ്ങനെയാണ് ഈ രംഗത്തുള്ള വിദഗ്ധർ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. ആ ഘട്ടത്തിലാണ് പൈലറ്റുമാരുടെ ഭാഗത്തു നിന്നൊക്കെ പിഴവുകൾ സംഭവിക്കാറുള്ളത് എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നതിലൊക്കെ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ടേക്ക് ഓഫിൻ്റെ സമയത്ത് എക്സ്പീരിയൻസ്ഡായ ഒരു ഫ്ലൈറ്റ് ഓടിച്ച് പരിചയമുള്ള ഒരു പൈലറ്റ് ആയിരുന്നു എന്നതാണ് ഇതിൽ അങ്ങനെയൊരു സാധ്യത, അല്ലെങ്കിൽ മനുഷ്യത്വപരമായ പിഴവ് കൊണ്ടുണ്ടായ അപകടത്തിനുള്ള സാധ്യത ബഹുഭൂരിപക്ഷം വരുന്ന വിദഗ്ധരും തള്ളിക്കളയുന്നത്. പക്ഷേ ആ മണിക്കൂറുകൾ അല്ലെങ്കിൽ ആ ഉയർന്നു പൊങ്ങുന്ന ടേക്ക് ഓഫ് എന്ന് പറയുന്ന ആ സമയം ആണ് ഒരു പൈലറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നും ഈ മേഖലയിലുള്ള വിദഗ്ധർ പറയുന്നുണ്ട്. കാരണം റൺവേയിൽ നിന്ന് അടക്കം, അതായത് വിമാനം പൂർണ്ണമായും പരിശോധിച്ച് സാധാരണ നിലയിൽ ഓരോ പറക്കലിനു മുമ്പും വിമാനം സാങ്കേതികമായി പരിശോധനകൾ പൂർത്തിയാക്കാറുണ്ട്. അതിന് ടെക്നീഷ്യന്മാരുണ്ട്. ആ ടെക്നീഷ്യന്മാർ ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ കണ്ടാൽ വിമാനം ഫ്ലൈയിങ്ങിന് വേണ്ടി, പറക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറില്ല. അങ്ങനെ ഫ്ലൈയിങ്ങിന് നിശ്ചയിക്കുന്ന ഒരു വിമാനം സാങ്കേതിക പിഴവുകൾ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധയിൽപ്പെടാത്ത വിമാനങ്ങൾ ആയിരിക്കും. അതിനുശേഷം
പൈലറ്റ് യാത്ര ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ വിമാനയാത്ര ആരംഭിക്കുമ്പോൾ റൺവേയിൽ നിന്നടക്കം പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം. പലപ്പോഴും വിമാനാപകടങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ റൺവേയിൽ വിമാനം തെന്നി നീങ്ങിയത്, റൺവേയിലെ വേഗം ക്രമീകരിക്കുന്നതിൽ പരാജയപ്പെട്ടത്, റൺവേയിൽ നിന്ന് പറന്ന് പൊങ്ങിയ നിമിഷം തന്നെ അപകടമുണ്ടാകുന്നത്, തീ പിടിക്കുന്നത്, ഇങ്ങനെയുള്ള നിരവധിയായ അപകട സ്വഭാവങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ടേക്ക് ഓഫ് എന്നതാണ് ഏറ്റവും റിസ്ക്കുള്ള ഒരു വിമാനയാത്രയിലെ ഏറ്റവും റിസ്ക്കുള്ള സമയം എന്നാണ് ഈ മേഖലയിൽ ഉള്ളവർ പറയുന്നത്. മാത്രവുമല്ല, വിമാനം പറന്നുയരുമ്പോൾ ഒട്ടേറെ പ്രത്യേകതകൾ ഉണ്ട്. അത് മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു പ്രത്യേക പ്രവേഗത്തിലേക്ക് ഈ വാഹനം എത്തുമ്പോൾ മാത്രമാണ് പറന്ന് ഉയരാൻ സാധിക്കുക. ആ പ്രവേഗ സമയത്ത് ഉണ്ടാകുന്ന മർദ്ദം വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രവുമല്ല, ബോയിങ് വിമാനങ്ങൾ വലിയ ഫ്യൂവൽ കപ്പാസിറ്റിയുള്ള വിമാനങ്ങൾ ആണ്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 1.25 ലക്ഷം ലിറ്റർ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന ഫ്യുവൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഫ്യുവലിൽ ഉണ്ടാകുന്ന മർദ്ദവ്യതിയാനം, കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ റൺവേയിൽ ഉണ്ടാകാവുന്ന പിഴവുകൾ, റൺവേയിൽ നിന്ന് കുതിച്ചുയരുന്നതിന് മുമ്പ് പക്ഷികൾ അടക്കം വിമാനത്തിൽ തട്ടിയാൽ ഉണ്ടാകുന്ന ബാലൻസിങ് പ്രോബ്ലം, അതോടൊപ്പം വ്യോമപാതയിലേക്ക്, അന്താരാഷ്ട്ര വ്യോമപാത പ്രത്യേകിച്ച് ഈ വാർത്തയുമായി നമുക്ക് ചേർത്ത് വയ്ക്കേണ്ടി വരുന്നത് ഇപ്പോൾ തന്നെ നിരവധിയായ വിമാനങ്ങൾ തിരികെ വരുന്നു എന്നുള്ളതാണ്. അത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ്. ഇസ്രായേൽ ഇപ്പോൾ ഇറാനിൽ ആക്രമണം നടത്തുകയും അങ്ങനെ ഇറാൻ്റെ വ്യോമപാത അടയ്ക്കുകയും ചെയ്യുന്നു. അതായത് അന്താരാഷ്ട്ര തലത്തിൽ അടക്കം വിമാനങ്ങൾ യാത്ര ചെയ്യുന്നത് പ്രത്യേക വ്യോമപാതകളിലൂടെയാണ്. ആ വ്യോമപാതയിലേക്ക് പ്രവേശിക്കുന്നതിന് കൃത്യമായ ആംഗിളിൽ, ദിശയിൽ ആയിരിക്കണം റൺവേയിൽ നിന്ന് വിമാനം പറന്ന് ഉയരേണ്ടത്. അതിനുശേഷം ദിശ ക്രമീകരിച്ചുകൊണ്ട്, ഉയരം ക്രമീകരിച്ചുകൊണ്ട് വ്യോമപാതയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇവിടെയൊക്കെ പിഴവുകൾ സംഭവിക്കാം. ആ പിഴവുകളും അപകടത്തിന് കാരണമായേക്കാം. അത്തരം പിഴവുകൾ ആണോ, അതിനപ്പുറത്ത് ബോയിങ് വിമാനത്തിൽ ഉണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാർ ആണോ അപകടത്തിന് വഴിവെച്ചത് എന്നതിലൊക്കെ ഇനിയും കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും നേരത്തെ കിരൺ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ വിമാന കമ്പനികളിൽ ഏറ്റവും വിശ്വസനീയമായ വിമാന കമ്പനികൾ, ഏറ്റവും കുറവ് അപകടങ്ങൾ മാത്രം ഉണ്ടായിട്ടുള്ള ബോയിങ് വിമാനങ്ങൾ ആണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള, കപ്പാസിറ്റിയുള്ള വിമാനങ്ങൾ കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് 230 യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അവസാന നിമിഷമൊക്കെ യാത്ര ഒഴിവാക്കിയവർ, ടിക്കറ്റ് ക്യാൻസൽ ചെയ്തവർ, യാത്രയിൽ എത്തിപ്പെടാൻ സാധിക്കാത്തവർ, അത്തരം പ്രതികരണങ്ങൾ കൂടിയൊക്കെ, ട്രാഫിക്കിൽ പെട്ട് 10 മിനിറ്റ് വൈകിയതിൻ്റെ പേരിൽ ഈ യാത്ര ഒഴിവാക്കപ്പെട്ട ആളുകൾ അടക്കമുള്ളവരെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ അങ്ങനെ വളരെ കുറച്ച് പേർ മാത്രമായിരിക്കണം യാത്ര ഒഴിവാക്കിയത്. വലിയ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള 3 റോകളിൽ ആയിട്ട് ആളുകൾക്ക് ഇരിക്കാൻ സാധിക്കുന്ന വിമാനം ആണ്. ഇരട്ട എഞ്ചിനുകൾ ഉള്ള വിമാനമാണ്. കൂടുതൽ യാത്രക്കാരെ വഹിക്കുന്ന വിമാനം ആയതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഏറ്റവും നൂതനമായ സാങ്കേതിക സംവിധാനങ്ങളും ടെക്നോളജിയും ഒക്കെ ഉപയോഗിക്കുന്ന വിമാനം ആണ്. അങ്ങനെയൊരു വിമാനം ആണ് അപകടത്തിൽപ്പെട്ടത്. ഇതിനു മുമ്പ് ഇന്ത്യയിൽ ഇത്തരത്തിലൊരു വിമാനം അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പിഴവാണ്, സാങ്കേതികമായ പിഴവാണോ, ടെക്നിക്കൽ എറർ ഉണ്ടായതാണോ എന്നതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് ഭാഗത്ത് നിന്ന്, ആരുടെ ഭാഗത്ത് നിന്നാണ് വീഴ്ചയുണ്ടായിട്ടുള്ളത് എന്നത് അറിയേണ്ടതുണ്ട്. അതിനിയും സമയം എടുക്കും. വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിൽ വ്യക്തത കൈവരികയുള്ളൂ.